നമസ്കാരം. ഭാരതത്തിന്റെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരും അറിയാതെ രാഖി രാമാനം ഈ കഴിഞ്ഞ മെയ് 22-ാം തീയതി $12 ബില്യൺ സമാനമായ സ്വർണം അന്താരാഷ്ട്ര വിപണിയിൽ കൊണ്ടുപോയി വിറ്റഴിച്ചു. ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയാവുകയാണ്. ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ബ്ലൂംബെർഗ് എന്ന് പറയുന്ന ഡേറ്റ അനലിറ്റിക്സ് കമ്പനിയാണ്. ഈ കമ്പനിയാണ് ഇത്തരത്തിൽ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഇത്തരത്തിൽ $12 ബില്യൺ തുല്യമായ സ്വർണം അതിൻ്റെ സ്വർണ്ണ ശേഖരത്തിൽ നിന്നും എടുത്തു കൊണ്ടുപോയി വിറ്റഴിച്ചത്. ഇന്ത്യൻ രൂപയ്ക്കെതിരെ ഡോളറിന്റെ വളർച്ച അല്ലെങ്കിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഒരു തകർച്ച, ഇതിൽ നിന്നും കരകയറ്റാനായി ഇന്ത്യൻ രൂപയെ കരകയറ്റാനായിട്ടാണ് വിദേശ നാണയങ്ങൾ വാങ്ങിക്കാനാണ് ഇത്തരത്തിൽ സ്വർണം കൊണ്ടുപോയി വിറ്റഴിച്ചത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ബ്ലൂംബെർഗ് ഒരു അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്, ഡേറ്റ അനലിറ്റിക്സ് സ്ഥാപനമാണ്. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയറുകൾ വിൽക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ഇങ്ങനെയുള്ള ഒരു കമ്പനിയാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം പടച്ചുവിട്ടത്. ഇങ്ങനെ ഒരു ആരോപണം നമ്മുടെ ഓഹരി വിപണികളിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റുകളിലുമെല്ലാം വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. ഇപ്പോൾ ചൂടുപിടിക്കുന്ന ചർച്ചയാണ് ഇത് സംബന്ധിച്ച് ഉയരുന്നത്. ഏതാണ്ട് $12 ബില്യൺ സ്വർണം കൊണ്ടുപോയി വിൽക്കുക എന്ന് പറഞ്ഞാൽ രാജ്യം അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധിയിലാണോ? കാരണം ഡോളറിനെതിരെ ഇന്ത്യയുടെ വില തകർന്നടിയുന്നത് ഇന്ത്യ ഗവൺമെന്റിനെ പാനിക്കാക്കിയിട്ടുണ്ടോ? ഇത്തരം ചിന്തകളും ചർച്ചകളുമാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഉയരുന്നത്. മാത്രമല്ല, ഇന്ത്യ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് 1990-കളിൽ പോയപ്പോഴാണ് ഇന്ത്യയിൽ നിന്നും ലോറി കണക്കിന് സ്വർണം കൊണ്ടുപോയി പണയം വെച്ച് ഇന്ത്യയുടെ നിത്യനിദാന ചെലവുകൾ കഴിച്ചത്. അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണം കൊണ്ടുപോയി വിറ്റു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് വലിയൊരു ആശങ്കയുണ്ടാക്കും ജനങ്ങളിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. വെറുതെ അനാവശ്യമായ ഒരു ഭീതി ഉണ്ടാക്കുകയും സാമ്പത്തിക രംഗത്ത് വലിയ എന്തോ രീതിയിലുള്ള അപകടം വരാൻ പോകുന്നു എന്നൊരു ഭീതി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു അപകടകരമായ റിപ്പോർട്ടാണ് ഇത്തരത്തിൽ ബ്ലൂംബെർഗ് പുറത്തുവിട്ടത്. എന്നാൽ ഈ ബ്ലൂംബെർഗ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശ മാധ്യമ സ്ഥാപനമാണ്. അത്തരം സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ അത്തരം ബ്ലൂംബെർഗിൻ്റെ ഒക്കെ റിപ്പോർട്ടുകൾ ആധികാരികമായി നമ്മളെല്ലാം പരിശോധിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ബ്ലൂംബെർഗ് പല കാര്യങ്ങളിൽ പുറപ്പെടുവിക്കുന്ന പഠന റിപ്പോർട്ടുകൾ പലപ്പോഴും നമ്മൾ വളരെയധികം ഉത്സാഹത്തോടെ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പല സാഹചര്യങ്ങളും ആധികാരികമായി ഇവരുടെ ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അത്തരത്തിലുള്ള ഒരു മാധ്യമമാണ് ഇങ്ങനെ ഈ വിശ്വാസ്യതയുള്ള ഒരു മാധ്യമമാണ് RBIയെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത പടച്ചുവിട്ടത്. എന്നാൽ RBIയും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ ഫാക്ട് ചെക്കിംഗ് ഏജൻസികളുമെല്ലാം ഇപ്പോൾ ഈ വാർത്ത പൂർണ്ണമായും തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. PBIയും അതുപോലെ തന്നെ RBIയും എല്ലാം ഇത് ശക്തിയുക്തം കണക്കുകൾ നിരത്തി ഈ വാർത്ത നിഷേധിക്കുകയാണ്. അതായത് ബ്ലൂംബെർഗിൽ വന്ന റിപ്പോർട്ട് തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും ഇന്ത്യയുടെ ഈ സ്വർണ്ണ നിക്ഷേപം കരുതൽ സ്വർണം RBIയുടെ കയ്യിലുള്ള കരുതൽ സ്വർണം എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഓരോ മാസവും RBI ബുള്ളറ്റിൻ പുറത്തിറക്കുന്നുണ്ട്. ആ ബുള്ളറ്റിൻ പൊതുജന മധ്യത്തിൽ ലഭ്യമായിട്ടുള്ള ഒരു രേഖയാണ്. ആ രേഖയിലൂടെ എത്രമാത്രം സ്വർണം രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കിൽ ഉണ്ട് എന്നും അതിൽ എത്രമാത്രം കുറയുന്നുവെന്നും എത്രമാത്രം കൂടുന്നുവെന്നുമെല്ലാം കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സുതാര്യമായ ഏർപ്പാടാണ്. ഇങ്ങനെ വലിയ രീതിയിൽ സ്വർണം വിറ്റഴിച്ചിട്ടുണ്ട് എങ്കിൽ ആ കണക്കുകളിൽ അത് പ്രകടമാകേണ്ടതാണ്. പക്ഷേ RBIയുടെ കണക്കുകൾ ഇങ്ങനെയാണ്. അതായത് 12.92% സ്വർണ്ണമാണ് ഇന്ത്യയുടെ ഈ വിദേശ നാണ്യ ശേഖരം എന്ന് പറയുന്നത്. ഫോറിൻ കറൻസിയും അതുപോലെ തന്നെ സ്വർണവും ചേർന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിൽ 13.92% സ്വർണം ഈ പറയുന്ന 2025. 2026 മാർച്ചിൽ, അതായത് ഈ കഴിഞ്ഞുപോയ മാർച്ച് 31, 2026 മാർച്ച് 31 ഇന്ത്യയുടെ കരുതൽ ശേഖരത്തിൽ വിദേശ നാണ്യ ശേഖരത്തിൽ സ്വർണത്തിൻ്റെ അളവ് 13.92% നിന്നും 16.7% വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ ഈ മെയ് 22-നാണ് വിറ്റതെങ്കിൽ മെയ് 22 വൈകുന്നേരം അല്ലെങ്കിൽ മെയ് 23 രാവിലെ ഇന്ത്യയുടെ സ്വർണ്ണ ശേഖരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൊത്തം വിദേശ നാണ്യ ശേഖരത്തിൻ്റെ 16.85%. മാർച്ചിലേത് 16.70%, മെയ്യിലേത് 16.85% എന്ന് പറഞ്ഞാൽ അവിടെയും ഈ പറയുന്ന സ്വർണത്തിൻ്റെ അളവ് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു വിൽപ്പന നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും
ഇന്ത്യയുടെ അല്ലെങ്കിൽ RBIയുടെ കയ്യിലുള്ള കരുതൽ സ്വർണ്ണ ശേഖരത്തിൽ വലിയ കുറവ് കണ്ടേനെ. പക്ഷേ അങ്ങനെ ഒരു കുറവില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. RBI തന്നെ ഈ കണക്കുകൾ നിരത്തി ഈ ബ്ലൂംബെർഗിന്റെ അവകാശവാദത്തെ തള്ളുകയാണ്. ഇത്തരത്തിൽ അമേരിക്കൻ സ്ഥാപനത്തിന്റെ ഇന്ത്യക്കെതിരായിട്ടുള്ള ദുഷ്പ്രചരണത്തിന്റെ ഭാഗമാണോ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നത് എന്നത് സംബന്ധിച്ച വിലയിരുത്തലുകളും ചർച്ചകളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഇന്ത്യയുടെ രൂപയുടെ വിലയിടിവ് അത് തീർച്ചയായും ഒരു വസ്തുതാപരമായ കാര്യമാണ്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ വിലയിടിവ് തുടരുകയാണ്. പക്ഷേ അത് വലിയ കാര്യമാക്കേണ്ടതില്ല എന്നാണ് രാജ്യത്തെ ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നീതി ആയോഗിന്റെ മുൻ CEO അടക്കമുള്ള വ്യക്തികൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഈ ഇന്ത്യൻ രൂപയുടെ വില ഡോളറിനെതിരെ 100 രൂപ ആയാൽ പോലും അതങ്ങനെ ഭയപ്പെടേണ്ടതില്ല. 100 എന്ന് പറഞ്ഞാൽ അതൊരു സംഖ്യ മാത്രമാണ്. 99ഉം 101ഉം പോലെ തന്നെ അതൊരു സംഖ്യ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 100 രൂപ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ആകാശമൊന്നും ഇടിഞ്ഞു വീഴുകയില്ല, രാജ്യത്തിന് അത് വലിയ കോട്ടമൊന്നും വരുത്തുകയില്ല എന്ന് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ അവകാശപ്പെടുന്നുണ്ട്. മാത്രമല്ല ഡോളറിനെതിരെ രൂപ വീക്കാകുന്നത് ഇന്ത്യക്ക് ചില ഗുണങ്ങളുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോളറിനെ അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയെ സംരക്ഷിക്കാനായി, ഡോളറിനെ കടത്തിവിട്ടാനായി മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകളൊന്നും നടത്താതിരിക്കുക, നഷ്ടം സഹിച്ച് വിദേശ നാണ്യ ശേഖരം വാങ്ങിക്കൂട്ടുക, സ്വർണം വിറ്റുകളയുക, ഇതൊന്നും ചെയ്യേണ്ട കാര്യമേ ഇല്ല. രൂപയെ അതിൻ്റെ പാട്ടിന് വിട്ടേക്കുക. അത് ഡോളറിനെതിരെ അത് ദുർബലമായാലും ശക്തിപ്പെട്ടാലും അത് നമ്മുടെ രാജ്യത്തിന് നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രൂപയെ പിടിച്ചു നിർത്താൻ വലിയ രീതിയിലുള്ള സർക്കസുകളൊന്നും മുൻകാലങ്ങളെ പോലെ തന്നെ RBI ഇപ്പോഴും നടത്തുന്നില്ല എന്ന് പകൽ പോലെ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വർണം വിറ്റു എന്ന് പറയുന്ന ആ ഒരു റിപ്പോർട്ട് അത് അടിസ്ഥാനരഹിതമാണ് എന്ന് ഇന്ത്യയിലെ എല്ലാ ഏജൻസികളും ഒരുപോലെ പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് അമേരിക്കൻ പത്രം ഇങ്ങനെയൊരു മാധ്യമ റിപ്പോർട്ട് വിട്ടത്? അതായത് പല റിസർച്ച് ഏജൻസികളും റിസർച്ച് റിപ്പോർട്ടുകൾ കാത്തിരിക്കുന്ന സ്ഥാപനങ്ങളും വ്യക്തികളുമെല്ലാം ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം തന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പടച്ചുവിടുമ്പോൾ തീർച്ചയായും അത് അമേരിക്കയുടെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയാണോ എന്നൊരു സംശയം പോലും ഉയരുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കുതിക്കുകയാണ്. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ഇനിയിപ്പോൾ ഇന്ത്യയുടെ കാലമാണ് എന്ന് എല്ലാവരും പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് അത്രമാത്രം വലുതാണ്. ഇന്ത്യയുടെ GDP വളർച്ച വേഗത്തിൽ വളരുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചൈന പോലും ഇന്ത്യയിൽ നിന്നും ബഹുദൂരം പിന്നോക്കം പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുന്നിലുള്ള ജപ്പാനെയും ജർമ്മനിയും അതിവേഗം മറികടന്നുകൊണ്ട് 3ാം സ്ഥാനത്തേക്ക് ഇന്ത്യക്ക് എത്താൻ സാധിക്കുമെന്ന് ഇന്ത്യ മാത്രമല്ല ലോകരാജ്യങ്ങളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഏജൻസികളും IMF പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ശത്രു രാജ്യങ്ങളുടെ എണ്ണം ഇന്ത്യക്ക് കൂടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. GDPയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ കുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കുതിപ്പിനെ പരാജയപ്പെടുത്താൻ തൊട്ടുമുന്നേയുള്ള രാജ്യങ്ങളെല്ലാം ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. ചൈനയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനായിട്ടുള്ള ശ്രമം നടത്തും. ഇന്ത്യക്കകത്ത് അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഇന്ത്യക്കകത്ത് ജൻസി കലാപം പോലെയുള്ളവ ഇളക്കി വിട്ടുകൊണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ യുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സാധ്യത ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുകെട്ടാനാണ് പല രാജ്യങ്ങളും ശ്രമിക്കുന്നത്. അതിൽ അമേരിക്കയും ചൈനയും എല്ലാ രാജ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വിദേശ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുക സ്വാഭാവികമാണ്. എന്നാൽ അതിനെ കണക്കുകളടക്കം കാണിച്ചുകൊണ്ട് അതിനെ വസ്തുതകൾ നിരത്തി ഭേദിക്കാൻ കഴിയുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ഒരു കരുത്തുമാണ്.